അങ്ങനെ വീണ്ടും ഒരു ഡ്രൈവിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാലേ കുറേ സംശയങ്ങൾ ഡ്രൈവിംഗ് റിലേറ്റഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിടാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ റിവേഴ്സിനെ കുറിച്ച് ഒത്തിരി സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം എനിക്ക് ആദ്യമേ ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ തന്നെ ഞാനിപ്പോ ഈ വീഡിയോ പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ ഈ വീഡിയോ കേട്ടത് കൊണ്ടോ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. നിങ്ങളിത് എന്നുവെച്ചാൽ ഇത് കേട്ടിട്ട് ഇതേപോലെ ചെയ്യാൻ ഒരു വട്ടമെങ്കിലും ശ്രമിച്ചു നോക്കണം. അപ്പൊ അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിവേഴ്സ് പാർക്കിങ്ങോ ഒക്കെ എടുക്കാൻ പറ്റൂ. അപ്പൊ ഈ റിവേഴ്സിനെ കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ റിവേഴ്സിനെ കുറിച്ച് ഒരു പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റിവേഴ്സ് പാർക്ക് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇന്നും ഒരു റിവേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെ റിവേഴ്സ് എന്താണ്, അല്ലെ എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ എടുക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് നിങ്ങളോട് പറയാം. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാമല്ലോ എന്ന് കരുതി. അപ്പം ഇത് തന്നെ നമുക്കറിയാം 2-3 തരത്തിലാണ് റിവേഴ്സ് ഉള്ളത്. പ്രധാനമായിട്ടും 3 തരത്തിൽ. ഒന്ന് സ്ട്രെയിറ്റ് റിവേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ, നമ്മൾ നേരെ പോകുന്നു, അതുപോലെ തന്നെ നേരെ തിരിച്ച് റിവേഴ്സ് എടുക്കുന്നു. ഇതാണ് സ്ട്രെയിറ്റ് റിവേഴ്സ്. പിന്നെ റൈറ്റ് റിവേഴ്സും, പിന്നെ ഒന്ന് ലെഫ്റ്റ് റിവേഴ്സും. അപ്പൊ റൈറ്റ് റിവേഴ്സ് എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ബാക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് വണ്ടി ബാക്ക് സൈഡ് റൈറ്റിലോട്ട് പോകുന്നതാണ് റൈറ്റ് റിവേഴ്സ്. ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലെഫ്റ്റിലോട്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചിട്ട് വണ്ടി ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ലെഫ്റ്റ് റിവേഴ്സ്. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഏത് രീതിയിൽ ചെയ്യാവെന്നുള്ളത് മനസ്സിലാവുന്നത് അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം സ്ട്രെയിറ്റ് റിവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പറഞ്ഞപ്പോഴാണ് ഈ റിവേഴ്സിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താന്ന് വെച്ചാൽ, വണ്ടി നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇടുന്നു, ഇട്ടിട്ട് എത്ര പതുക്കെ എന്ന് വെച്ചാൽ ഏറ്റവും പതുക്കെ നമ്മൾ കാല് റിലീസ് ചെയ്തെടുക്കാവോ അങ്ങനെ റിവേഴ്സ് എടുത്ത് പോകാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ റിവേഴ്സ് ഗിയറിലിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അത് ഒരിക്കലും അത് ചെയ്യരുത്. റിവേഴ്സ് ഗിയറിലിട്ട് ഹാഫ് ക്ലച്ച് പതുക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ വണ്ടി പുറകോട്ട് പോകുന്നതാണ്. അപ്പം അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഏറ്റവും പതുക്കെ പോകാവോ അങ്ങനെ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പഠിക്കുന്നവര് റിവേഴ്സ് എടുക്കുന്ന എപ്പോഴും അങ്ങനെ തന്നെ വേണം. പിന്നെ വേറൊരു കേസ്, നമ്മുടെ ഈ 2 മിറേഴ്സ്, ലെഫ്റ്റ് സൈഡ് മിററും റൈറ്റ് സൈഡ് മിററും എപ്പോഴും ശ്രദ്ധിക്കണം. റിവേഴ്സിന് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഇതൊക്കെ. ഒന്ന് സ്ലോ ആയിരിക്കണം, പിന്നെ മിറേഴ്സ് ശ്രദ്ധിക്കണം. ഇപ്പൊ മിക്കവാറുള്ള വണ്ടികളിൽ ക്യാമറയൊക്കെ കാണും. ക്യാമറ ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ ഈ മിറർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ നമ്മുടെ ഈ സെൻട്രൽ മിറർ, അത് ബാക്കിൽ വണ്ടികൾ വല്ല ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതേ അറിയാൻ പറ്റൂ നമുക്ക്, ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഉള്ള ഇത്. അല്ലാതെ തൊട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടിക്കുലർ അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് വേണം. തൊട്ടടുത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തായാലും ഈ 2 മിറർ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ സ്ലോ, എന്നിട്ട് ഈ ഹാഫ് ക്ലച്ച് എടുക്കുമ്പോൾ ചാടി കയറി എടുക്കരുത്. പതുക്കെ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി പതുക്കെ പോകും. അപ്പം അങ്ങനെയുള്ള ഒരു റിവേഴ്സ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം ഇന്ന് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ റോഡിന്റെ വീതി നിങ്ങൾ കണ്ടില്ല, വളരെ വീതി കുറഞ്ഞിട്ടുള്ള നാരോ ആയിട്ടുള്ള റോഡാണ്. ഈ റോഡില് വന്നിട്ട് നമുക്ക് ഇപ്പുറത്തുള്ള ആ വീട്ടിലോട്ട് ആ വണ്ടി കയറണം. അപ്പൊ ഇങ്ങനെ കയറുമ്പോൾ റിവേഴ്സിൽ കയറണം. റിവേഴ്സിൽ കയറുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എങ്ങനെ ചെയ്യാം, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഫ്രണ്ടിലോട്ട് നമ്മൾ വന്നു. ഫ്രണ്ടിലോട്ട് വന്നതേ ഈ വീടിന്റെ ഗേറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഗേറ്റ് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തോട്ട് നമ്മൾ ഇതിന്റെ പോർച്ചിലോട്ട് കയറണമെങ്കിൽ ശരിക്കും വണ്ടി നല്ല രീതിയിൽ ഈ ഗേറ്റിന്റെ ഈ തൂണ് കഴിഞ്ഞ് നമുക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന് ഫ്രണ്ടില് ബാക്ക് സൈഡ് നിൽക്കത്തക്ക രീതിയിൽ പോണം. ഇതേ രീതിയിൽ വന്നു. ഇപ്പൊ ഇത് കണ്ടല്ലോ, ആ ഗേറ്റിനും കടന്ന് നമ്മൾ ഇപ്പുറത്ത് വന്നു. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണമല്ലോ, ഇതിന്റെ റൈറ്റ് സൈഡ് ആണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ റിവേഴ്സ് റൈറ്റ് സൈഡ് റിവേഴ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം റൈറ്റ് സൈഡ് റിവേഴ്സിന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോകണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിയറിംഗ് എപ്പോഴും റൈറ്റിലോട്ടാണ് തിരിക്കേണ്ടത്. റിവേഴ്സിന് എപ്പോഴും അങ്ങനെയാണ്. റൈറ്റ് സൈഡിലോട്ട് തിരിക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ട് റൈറ്റ് സൈഡിൽ കയറും, ലെഫ്റ്റിലോട്ടാണ് തിരിക്കുന്നെങ്കിൽ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് റിവേഴ്സ് കയറും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് റിവേഴ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ ഈ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അവിടോട്ട് കയറേണ്ട ഭാഗത്തിന് നമ്മൾ കുറേ ഏകദേശം ഈ കാറിന്റെ വലുപ്പത്തോളം ഫ്രണ്ടിൽ വന്നിട്ടാണ് നമ്മൾ റിവേഴ്സ് എടുക്കാൻ പോകുന്നത്. ഈ മിറർ വഴി നമ്മൾ നോക്കുമ്പോൾ
വേണ്ട ബാക്ക് സൈഡിലെ ഹാൻഡിലും നമ്മൾ ആ കയറേണ്ട ഗേറ്റിന്റെ കുറ്റിയും തമ്മിൽ ഏകദേശം ഒരേ രീതിയിലാണ്. അപ്പം ആ ഗേറ്റിന്റെ ആ ഭാഗം വരുമ്പോൾ നമ്മൾ ശരിക്കും റിവേഴ്സ് എടുത്തിട്ട് പതുക്കെ എന്ന് വെച്ചാൽ റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് പതുക്കെ ബാക്കിലോട്ട് എടുക്കണം. അപ്പൊ നിങ്ങൾ ഇതേ നമ്മൾ അങ്ങനെ പതുക്കെ എടുക്കും. അപ്പോഴാണ് ഇതേ നമ്മുടെ ഫ്രണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഫ്രണ്ട് അപ്പോഴത്തേക്ക് ആ ലെഫ്റ്റ് സൈഡ് ആ കോർണറിൽ പോയി ഇടിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അങ്ങനെ ഇടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? അത് ഞാൻ കാണിച്ചുതരാം. ശ്രദ്ധിക്കല്ലേ, ഇപ്പൊ ഞാൻ എടുത്തപ്പം എനിക്ക് ഈ സൈഡ് ഇടിക്കാതെ അകത്തോട്ട് കയറി. അപ്പൊ നിങ്ങൾ പഠിക്കുന്നവർ ആദ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സൈഡ് പോയി ഇടിച്ചേക്കാം. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇടിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മളിപ്പോ റൈറ്റ് സൈഡിലോട്ട് സ്റ്റിയറിംഗ് ഇരിക്കുകയാണല്ലോ, അതിനെ ഒന്ന് നേരെ ആക്കിയിട്ട് ജസ്റ്റ് കുറച്ച് റിവേഴ്സ് പതുക്കെ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യണം. എന്നിട്ട് അപ്പോഴത്തേക്ക് അവിടെ കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. അവിടെ ഒരിക്കലും വണ്ടി ആ മൂല പോയി ഇടിക്കില്ല. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും റൈറ്റിലോട്ട് പതുക്കെ തിരിച്ചിട്ട് ഇങ്ങനെ പതുക്കെ എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ലെഫ്റ്റ് സൈഡ് കോർണർ ഇടിക്കാതെ നമുക്ക് അകത്തോട്ട് ഈ വണ്ടി ഇങ്ങനെ കയറ്റാൻ പറ്റും. നോക്കണം, രണ്ട് സൈഡ് മിറർ നോക്കുക, രണ്ട് ഈക്വൽ ആണോ നോക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വരുമ്പോൾ സ്റ്റിയറിംഗ് നേരെ ആക്കുക. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് കയറുക. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് കയറുന്നതെന്നുള്ളത്? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഇതിപ്പോ നമ്മള് ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് കയറി പാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇറക്കണം ഈ വണ്ടി. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. എങ്ങനെ പാർട്ടിക്കിൾ നോക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ മതിലിനെ ഇടിക്കാതെ നമുക്ക് എങ്ങനെ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാം. അപ്പൊ ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് ആദ്യം കുറച്ച് റൈറ്റിലോട്ട് ഒന്ന് മൂവ് ചെയ്യും. സത്യത്തിൽ എനിക്ക് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് റൈറ്റിലോട്ട് ഒന്ന് മൂവ് ചെയ്തിട്ട് ഞാൻ പതുക്കെ ആ മൂവ്മെന്റിന് കൂടെ സ്റ്റിയറിംഗ് കംപ്ലീറ്റ് ലെഫ്റ്റിലോട്ട് തിരിക്കും. കാരണം എനിക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇറങ്ങി വരും. ഇങ്ങനെ വരുമ്പോ നിങ്ങൾ കണ്ടല്ലോ, അത് അവിടെ പോയി ഇടിക്കും. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നാൽ ഇടിക്കും. എനിക്കറിയാതെ ഇടിക്കും. അപ്പം ആ സ്ഥാനത്ത് നമ്മൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് സ്റ്റിയറിംഗ് നേരെ ആക്കുക. കണ്ടോ, സ്റ്റിയറിംഗ് നേരെ ആക്കിയിട്ട് റിവേഴ്സിലോട്ട് ഇടണം. എന്നിട്ട് പതുക്കെ കുറച്ച് നമ്മളൊന്ന് റിവേഴ്സിലോട്ട് എടുക്കും. എന്നിട്ട് വീണ്ടും നമ്മള് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പതുക്കെ ഫ്രണ്ടിലോട്ട് ഇച്ചിരി മൂവ് ആയതിനു ശേഷം, എന്തിനാന്ന് വെച്ചാൽ അവിടുന്ന് സ്റ്റിയറിംഗ് തിരിക്കരുത്. തിരിച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് വന്ന് നമ്മൾ ഈ മതിലിന്റെ സൈഡിൽ ഇടിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ആയതിനു ശേഷം ലെഫ്റ്റിലോട്ട് നമ്മൾ ഫുള്ള് തിരിക്കത്തില്ല, പതുക്കെ തിരിച്ച് നമ്മൾ ഗ്ലാസ് വഴി നോക്കും ഇടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ വണ്ടി ഇങ്ങനെ ഈ റോഡിലിറക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന്? നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ റോഡിന്റെ ഇപ്പൊ ഈ റോഡ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇതിന്റെ നടുക്ക് കൊണ്ടിട്ടിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ കയറാൻ ശ്രമിക്കരുത്. ഇപ്പൊ ലെഫ്റ്റിലോട്ടാണ് കയറേണ്ടത് പോലും റോഡിന്റെ ആ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി ഇടുക. റൈറ്റിലോട്ടാണ് കയറേണ്ടെങ്കിൽ റോഡിന്റെ റൈറ്റ് സൈഡ് ചേർത്ത് വണ്ടി ഇട്ടിട്ട് റിവേഴ്സ് എടുക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ എന്താണെന്ന്? ഇപ്പൊ എനിക്ക് വീണ്ടും ലെഫ്റ്റിലോട്ടാണ് കയറേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ മതിലിനോട് ചേർന്ന് ലെഫ്റ്റ് പിടിച്ച് വണ്ടി ഇട്ടു. എന്നിട്ട് പതുക്കെ റിവേഴ്സ് ഇങ്ങനെ ലെഫ്റ്റ് എടുത്തു. എന്നിട്ട് ഗ്ലാസ് വഴി ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് റിവേഴ്സും റൈറ്റ് സൈഡ് റിവേഴ്സും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് ഞാൻ പറയുന്നു. പിന്നെ ഈ റിവേഴ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത് നമുക്ക് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പാർക്കിങ്ങിൽ നിന്ന് എങ്ങനെ വെളിയിൽ കിടക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്കറിയാമല്ലോ. അപ്പം അത് രണ്ടും നിങ്ങൾക്ക് എനിക്ക് പറ്റാവുന്ന രീതിയിൽ അല്ലെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ വ്യക്തമായി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചതും ഞാൻ അത് തന്നെയാണ് ഇപ്പം ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങളും വീട്ടിലെ വണ്ടി എടുത്ത് പതുക്കെ ശ്രദ്ധിച്ചു നോക്കുക. ഇല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ലേഡീസ് ഏറ്റവും കൂടുതൽ വണ്ടി എടുക്കാൻ മടിക്കുന്നത് ഈ റിവേഴ്സ് എടുക്കുന്നതും അല്ലെ പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ഇതൊന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണിത്. ഇപ്പം സിറ്റിയിലൊക്കെ പോയാൽ, ഇത് മാളിലൊക്കെ പോയാലും കുറച്ചുകൂടെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത അപ്പുറത്തെ സൈഡിലെ റോഡിൽ ചെന്ന് ഇടിക്കുമോ എന്നുള്ള ഒരു കേസാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് നോക്കണം. എന്നാലും എൻ്റെ പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ചെയ്താണ് ഞാനത് മാറ്റിയത്. അപ്പൊ അതുപോലെ
നിങ്ങൾക്കും പറ്റും. ഈ 2 സൈഡും റിവേഴ്സ്, ലെഫ്റ്റ് സൈഡ് റിവേഴ്സും റൈറ്റ് സൈഡ് റിവേഴ്സിലും ഉള്ള പാർക്കിംഗ് ഞാനിപ്പം വ്യക്തമായി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ഒന്ന് ഒരു 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എവിടെ വേണേലും കൊണ്ടുപോയി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 1, 2 ശ്രമിച്ചാൽ മാത്രം മതി. ഏത് രീതിയിലും നേരത്തെ പാർലർ പാർക്കിംഗ് ആയാലും സ്ട്രീറ്റ് പാർക്കിംഗ് ആയാലും ബാക്ക് പാർക്കിംഗ് ആയാലും ഏതായാലും നിങ്ങൾക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോ അതിൻ്റെ ഒരു കണ്ടന്റ് ആക്കി എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റാക്കി ചോദിച്ചാൽ മതി. എൻ്റെ സമയം പോലെ എനിക്ക് പറ്റുന്നതാണെങ്കിൽ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.